അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിത്തോസിനെഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഇപ്പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമർത്ഥം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. അതുപോലെ അർത്ഥശൂന്യമായ വാക്തത്വങ്ങളിലും വംശാവലികളെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലും നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ്. വിഘടിച്ചു നിൽക്കുന്ന ഒരുവനെ 1-2 പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക. അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ്. അവൻ തന്നെ കുറ്റവാളിയെന്ന് വിധിച്ചിരിക്കുന്നു. നമ്മളുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളിലെല്ലാം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ സൽപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. കാരണം നമ്മുടെ ദൈവം എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ്. കാരണം സ്വന്തം ജീവൻ തന്നെ തന്നുകൊണ്ടാണ് സ്നേഹിച്ചത്. മനസ്സിലായോ? അപ്പം നമുക്ക് ആ സ്വന്തം ജീവൻ നമുക്ക് തന്ന ആ സ്വർഗീയ പിതാവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന മക്കളായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൽഫ് പ്രവൃത്തി ചെയ്യുന്നതിൽ നമ്മൾ സന്നദ്ധരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിന് പ്രീതിയുള്ള മക്കളായി ജീവിക്കണം. ഒരാൾ പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ആ വ്യക്തിയെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വന്നില്ലെങ്കിലോ വിട്ടുകളയുക. അതാ പൗലോസിലെ പറയുന്നത്. അവരെ കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ഒന്ന് ചേർന്ന് ദൈവ മക്കളായി ജീവിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് അർഹതയുള്ള വ്യക്തികൾക്ക് കൊടുക്കണം. ഹല്ലേലൂയ. അവകാശമുള്ള വ്യക്തികൾക്ക് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് അർഹത? പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അർഹത നോക്കി വേണം ദയ കാണിക്കാനെന്ന്. അങ്ങനെ നമ്മൾ പലപ്പോഴും അർഹത നോക്കി ദൈവ മക്കൾക്ക് നന്മ ചെയ്ത് നന്ദിയുള്ളവരായി കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞായറാഴ്ച, ഈ മാസാവസാനം ഈ ഞായറാഴ്ച കർത്താവിനോടൊപ്പം ആയിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്കായി എല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.